നമ്മൾ തളരും, കുലപ്യം പറയും, പറയോ ഇല്ലയോ? കുറ്റം മറ്റുള്ളവരെ പറഞ്ഞ് നമ്മൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെയൊന്നും യാതൊരു കാര്യവും ഇല്ല. ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് മന്ത്രത്തെ ജപിക്കാനാണ് പറയുന്നത്. ഗുരുദേവനും അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാരാംശമായി പറഞ്ഞു വരുന്നത്, ഭക്ഷണം കഴിച്ച എപ്രകാരമാണോ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് പോലെ തന്നെ മന്ത്രം ജപിച്ച് മനസ്സിനെ പുഷ്ടിപ്പെടുത്തണം. അങ്ങനെ മനസ്സിനെ പുഷ്ടിപ്പെടുത്തുന്ന കുട്ടികളാണ് ലോകത്ത് വലിയ വലിയ മഹാന്മാരായി തീർന്നിട്ടുള്ളൂ. നിങ്ങളല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്മാരെ എടുത്ത് നിങ്ങൾ നോക്കൂ. മാതാപിതാക്കന്മാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ മന്ത്രങ്ങളോ മുറുക്കെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത കുട്ടികൾ ആരും ഇന്നുവരെ നശിച്ചു പോയിട്ടില്ല. ശരിയാണോ? വിവേകാനന്ദ സ്വാമി, നമ്മുടെ ഗുരുദേവൻ, അതുപോലെ തന്നെ പൂന്താനം ഭട്ടതിരിപ്പാട്, ശങ്കരാചാര്യർ സ്വാമികൾ, അതുപോലെ തന്നെ എന്ന് വേണ്ട അബ്ദുൽ കലാം സാറ് പോലും ഭഗവത്ഗീത പോലെയുള്ള മന്ത്രങ്ങളെ ഉപാസന ചെയ്തിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? മനനാത്രായതേ ഇതി മന്ത്രഃ, മനസ്സിനെ ഉയർത്തുവാൻ മന്ത്രത്തിന് സാധിക്കും. എന്താണ് മന്ത്രം? ഏകാഗ്രമായിട്ട് ജപിക്കുന്നത് എന്തും മന്ത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ മനസ്സിനൊരു പവർ കിട്ടണം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി മനസ്സിനെ പരുവപ്പെടുത്തി ജപിക്കുന്ന എന്തും മന്ത്രമാണ്. ഒരേ സമയം കാക്കേ 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 എന്ന് പറഞ്ഞ് മന്ത്രമാണെന്ന് വിചാരം ചെയ്തുകൊണ്ട് ജപിച്ചാൽ കാക്ക മന്ത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ രത്നാകരൻ കേട്ടിട്ടുണ്ടോ? രാമായണം എഴുതിയ രത്നാകരനെ അറിയാവോ? കേട്ടിട്ടില്ലേ ഈ കുട്ടികളൊന്നും? രാമായണം എന്ന് പറഞ്ഞ പുസ്തകം കേട്ടിട്ടുണ്ടോ? ആ പുസ്തകം രചിച്ചതാരാ? വാത്മീകി. രത്നാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് അദ്ദേഹം തപസ് ചെയ്ത് ആ തപസ്സിന്റെ ഫലമായിട്ടാണ് വാത്മീകത്തിൽ മൂടിയ, വാത്മീകം എന്ന് പറഞ്ഞ ചിതൽപുറ്റിൽ മൂടിയാണ് പിന്നെ അത് വാത്മീകിയായി മാറിയത്. പഠിച്ചിട്ടില്ലേ ഇതൊക്കെ? ഇതെല്ലാം ഓർമ്മയിൽ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മര എന്ന് ജപിച്ച് ആ മര ഈ മര ആ മര ഈ മര മന്ത്രം ജപിക്കാൻ പറഞ്ഞു വിട്ട് ഋഷിവര്യന്മാർ അവിടെ ഇരുന്ന് കഥ നിങ്ങൾക്ക് അറിയരുതോ? അതായത് സപ്ത ഋഷിമാരുടെ, അദ്ദേഹം ഒരു വലിയ കള്ളനായിരുന്നു.